ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മാത്സ് ക്വിസാണ്. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കണ്ട് ഉപകാരമായെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: നീളം, വീതി, ഉയരം എന്നിവ തുല്യമായ രൂപത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ: ക്യൂബ് അഥവാ ചതുരസ്തംഭം. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: ശകുന്തള ദേവി. ഒരു ഹെക്ടർ എത്ര ചതുരശ്ര മീറ്ററാണ്? ആൻസർ: 10,000 ചതുരശ്ര മീറ്റർ. 6107 ഇവ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത്? ആൻസർ: 1067. ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? ആൻസർ: ആർക്കമിഡീസ്, ന്യൂട്ടൺ, ഗോസ്. ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: പൈതഗോറസ്. ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ: 625. ഒരു ക്യൂബിന് എത്ര മുഖങ്ങൾ ഉണ്ട്? ആൻസർ: 6. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? ആൻസർ: 2. ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചതാര്? ആൻസർ: ഇറാത്തോസ്തനീസ്. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: യൂക്ലിഡ്. ലോഗരിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: ജോൺ നേപ്പിയർ. മാത്തമാറ്റ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ: പഠിച്ച കാര്യങ്ങൾ. ഒരു കോടിയിൽ എത്ര ആയിരങ്ങൾ ഉണ്ട്? ആൻസർ: 10,000. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ്? ആൻസർ: 180 ഡിഗ്രി. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത്? ആൻസർ: 1729. ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം? ആൻസർ: എലമെന്റ്സ്. സംഗീതവും ഗണിതശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ആവിഷ്കരിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആര്? ആൻസർ: പൈതഗോറസ്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ: ഹൈദരാബാദ്. കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായം ഏതാണ്? ആൻസർ: ബൈനറി. ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന എലമെന്റ്സ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ: യൂക്ലിഡ്. കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പുരാതന ഉപകരണം? ആൻസർ: അബാക്കസ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ: ഐസക് ന്യൂട്ടൺ. നീളം അളക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആൻസർ: മീറ്റർ. കോൺ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ആൻസർ: ഡിഗ്രി. കാപ്രേക്കർ സംഖ്യ എന്നറിയപ്പെടുന്നത് എത്രയാണ്? ആൻസർ: 6174. ക്രമജോഡി കണ്ടുപിടിച്ചതാര്? ആൻസർ: ദക്കാർത്തെ.
രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മദ്രാസ്. ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് എന്നാണ്? ആൻസർ 2012. 5 അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാസമ്പ്രദായം ഏത്? ആൻസർ ക്യൂനറി. റൂബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ്? ആൻസർ എർണോ റൂബിക്സ്. ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ കാൾ ഫെഡറിക് ഗൗസ്. ഒരു അടി എത്ര ഇഞ്ചാണ്? ആൻസർ 12 ഇഞ്ച്. ആര്യഭടൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ആൻസർ ആര്യഭടീയം. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ആൻസർ ഡിസംബർ 22. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്? ആൻസർ ശ്രീനിവാസ രാമാനുജൻ. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം? ആൻസർ ബർണൗലി കുടുംബം. പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ്റെ പേരെന്താണ്? ആൻസർ ബ്രഹ്മഗുപ്തൻ. എന്നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും സംഖ്യ ഞാനാകും, ഞാൻ ആര്? ആൻസർ 0. ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഭാസ്കരാചാര്യർ. സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര്? ആൻസർ കപിലൻ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ബർട്രൻഡ് റസ്സൽ. ശ്രീനിവാസ രാമാനുജന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ആൻസർ GH ഹാർഡി. ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? ആൻസർ 3600. ഒരു കിൻഡൽ എത്ര കിലോഗ്രാം ആണ്? ആൻസർ 100 കിലോഗ്രാം. ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ആൻസർ തമിഴ്നാട്. ശ്രീനിവാസ രാമാനുജൻ മരണപ്പെട്ടത് ഏത് വർഷം? ആൻസർ 1920.